മലയാളിക്ക് ഓണം എത്താൻ ഇനിയും ഒരാഴ്ച കൂടി കിടക്കുന്നു. പക്ഷേ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ രണ ഫാത്തിമയ്ക്ക് ഓണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. രണ ഫാത്തിമയുടെ പിറകിന് നടന്ന് തുരത്തി തുരത്തി അടിക്കുകയാണ് നമ്മുടെ നൂറ. രണയുടെ തലവെട്ടം കണ്ടാൽ പുള്ളിക്കാരി തുടങ്ങും. സെറിലാക്ക് എന്ന് വിളിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അതിൽ കയറി രണ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വിടൂല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഉഗ്ര സംഘടന നടക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ ഫാത്തിമ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല തനിക്ക് ഇങ്ങനൊരു എതിരാളി ബിഗ് ബോസ് വീട്ടിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ടെന്നും ഈ സമയത്ത് അത് പൊട്ടി പുറപ്പെടുമെന്നും. രണ ഫാത്തിമ ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ സാക്ഷാൽ ചീവീടിനെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിൽ കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു ബഹളമാണ്. അനുമോൾക്ക് ആ വീട്ടിൽ അനങ്ങാനുള്ള അനുമതിയില്ല. അനുമോളുടെ തലവെട്ടം കണ്ടാൽ ഉടനെ രണ ഫാത്തിമ അങ്ങോട്ട് ചെലക്കാൻ തുടങ്ങും. എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്. വളരെ സഭ്യമല്ലാത്ത പല വാക്കുകളും വിളിച്ചു പറഞ്ഞ് അനുമോളെ എത്രയോ പ്രാവശ്യം അവരെ ആക്രമിക്കുവാൻ വേണ്ടിയുള്ള പഴുതുണ്ടാക്കി കൊടുത്തു. പല ആക്രമണങ്ങളുടെയും തുടക്കം തന്നെ ഉണ്ടാക്കി വെക്കുന്നത് രണ ഫാത്തിമയാണ്. അടുക്കളയിലും ബെഡ്റൂമിലും വാഷ്റൂം ഏരിയയിലും എല്ലാം ഓടിച്ചിട്ട് അനുമോളെ വേട്ടയാടുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇവിടെ ഇതാ ചരിത്രം ആവർത്തിക്കപ്പെടുന്നു. വിതയ്ക്കുന്നത് കൊയ്യുകയാണ്. ഇപ്പോൾ ഇതേ നാണയത്തിൽ തന്നെ നൂറ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. രണയുടെ തലവെട്ടം കണ്ടാൽ അപ്പം അടിയങ്ങോട്ട് തുടങ്ങും. അതായത് ഈ രണ അനുമോളുടെ പുറകിന് നടന്ന് ഈ ഗോഷ്ടി കാണിക്കുന്നതെല്ലാം ഇവർ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മാത്രവുമല്ല 19 വയസ്സുകാരിയായ രണ ഫാത്തിമയുടെ വായിൽ കയറി ഇറങ്ങാൻ 30 വയസ്സുള്ള അനുമോളെ കൊണ്ട് ഈ ജന്മം നോക്കിയാൽ പറ്റില്ല എന്ന് ഇവർക്ക് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് ഒരു വിധത്തിൽ പറഞ്ഞാൽ അനുമോൾക്ക് വേണ്ടി പകരം ചെയ്യാൻ നൂറ ഇറങ്ങി തിരിച്ചോ എന്നൊരു സംശയം പോലും ഇപ്പൊ തോന്നിക്കുന്നുണ്ട്. അല്പം മുമ്പ് 2 റൗണ്ട് അടി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനിടയിൽ അനുമോളെ സംബോധന ചെയ്യാൻ ഏതൊക്കെ മോശം വാക്കുകളാണോ രണ ഫാത്തിമ ഉപയോഗിച്ചത് ആ വാക്കിന്റെ അല്പം കൂടി ഡിഗ്രി കൂട്ടിയുള്ള സാധനം അടിച്ചു. പ്രത്യേകിച്ച് ഈ കാമുകനെയൊക്കെ വലിച്ചതിനകത്ത് ഇടുന്നുണ്ട് കേട്ടോ. കാമുകന്റെ കാര്യം പറയുമ്പോൾ പെട്ടെന്ന് രണയുടെ കണ്ണ് നിറയും, രണയുടെ വായടയും. അവസാനം രണ ഫാത്തിമയുടെ മുഖത്ത് നോക്കി നിന്റെ മോന്തയ്ക്ക് നോക്കിയാൽ എനിക്ക് ഛർദ്ദിക്കാൻ വരും എന്ന് വരെ പറഞ്ഞിട്ടാണ് നൂറ വായടച്ചു കളഞ്ഞത്. അനുമോൾക്കെതിരെ യുദ്ധം ചെയ്യുവാൻ വേണ്ടി രണ ഫാത്തിമ ചാടി പുറപ്പെടുന്ന സമയത്ത് കട്ട സപ്പോർട്ടുമായി പിൻപിൽ നിന്ന് ഒത്താശ ചെയ്തു കൊടുക്കുകയാണ് അക്ബർ, അപ്പാനി, ആര്യൻ തുടങ്ങിയ ആൾക്കാരൊക്കെ. പക്ഷെ ഇപ്പോൾ അവർക്ക് മനസ്സിലായി സംഗതി വഷളാകും, കാര്യം ഈ രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കൊച്ചടി കൊണ്ട് ചുരുളുമെന്ന്. അതുകൊണ്ട് ഇവർ കൂടെ ചെന്ന് പിടിച്ചു മാറ്റുന്നുണ്ട്. പോട്ടെ ഒന്നും മിണ്ടണ്ട, ഇനി പോരെ എന്ന് പറഞ്ഞ്. കാരണം വലിയേട്ടന്മാർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് നൂറയുടെ മുൻപിൽ രണ ഫാത്തിമയ്ക്ക് ക്ലച്ച് പിടിക്കാൻ പറ്റില്ല എന്നുള്ളത്. എന്തായാലും നൂറയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട്, ഒരു വലിയ നന്ദി നൂറയ്ക്ക് പറഞ്ഞേ പറ്റൂ. കഴിഞ്ഞ 1 മാസമായിട്ട് ഒരു സ്വസ്ഥതയും ഇല്ലാതെ ചീവീടിനെ പോലെ അലച്ചുകൊണ്ടിരുന്ന രണ ഫാത്തിമയുടെ അണ്ണാക്കിലടിച്ച് ഒരു മൂലയ്ക്ക് ഒതുക്കിയിരുത്തിയതിൽ. ഈ ഇടിവെട്ടിയവന്റെ തലയിൽ പാമ്പ് കടിച്ചു എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ രണ കൊടുത്തതിന്റെ പിന്നാലെ ഈ ജിഷിൻ മോഹൻ എന്ന് പറയുന്ന വൈൽഡ് കാർഡ് വന്നിട്ട് അതിനപ്പുറത്തൊരടിയും കൂടി കൊടുത്തു. അതായത് ബിഗ് ബോസ് കൊടുത്തൊരു ടാസ്ക് ഉണ്ടായിരുന്നു. ആ ടാസ്കിൽ ബിബി ഹൗസിൽ ഇപ്പോൾ തുടരുന്ന ആൾക്കാരെ കുറിച്ചുള്ള അഭിപ്രായം പറയുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ജിഷിൻ മോഹൻ പറഞ്ഞ വാക്കിതാണ്, ബിഗ് ബോസിലെ ഈ കളികളൊക്കെ TV-യിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കും, പക്ഷേ രണ സംസാരിക്കാൻ തുടങ്ങി കഴിയുമ്പോഴേക്കും നമ്മുടെ കൺട്രോൾ അങ്ങ് നഷ്ടപ്പെടും. ചീവീടിന്റെ ശബ്ദമാണ്, അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ റിമോട്ട് എടുത്ത് TV അങ്ങ് മ്യൂട്ട് ചെയ്ത് വെക്കുമെന്ന്. ഇത്രയും കേട്ടപ്പോഴേക്കും രണ ഫാത്തിമയുടെ ബാക്കി ഉണ്ടായിരുന്ന ഗ്യാസും അങ്ങ് തീർന്നു. എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ ഒരു വഴിത്തിരിവിന്റെ സമയം വന്നിരിക്കുകയാണ്. കാത്തിരിക്കാം എന്തൊക്കെയാകുമെന്ന് കാണുവാൻ വേണ്ടി. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.